ഇന്ന് ഡർബനിലെ നമ്മുടെ മൂന്നാമത്തെ ദിവസം കേട്ടോ. അപ്പം എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് രാവിലെ 5 മണി തൊട്ട് ഉണർന്നിരിക്കുക കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ ഈ സൺറൈസ് ഒന്ന് കാണാൻ വേണ്ടിയാണ്. ഇന്നത്തെ അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സൺറൈസ് ആയിരുന്നു കേട്ടോ. നല്ല ഓറഞ്ച് നിറത്തിലായിരുന്നു സൺ ഇരുന്നത്. നമ്മുടെ ഉംലങ്ങ ബീച്ചിലെ വേവ്സൊക്കെ ഇന്ന് അത്യാവശ്യം നല്ല സ്ട്രോങ് ആട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം സർഫിങ്ങും ഒക്കെ ഉണ്ട് അവിടെ. ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ സമയം 6:45 കേട്ടോ. ഇപ്പോൾ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ കുറച്ച് തിരക്കാണ്. ഈ സൺറൈസും കണ്ട് ഈ ബാൽക്കണി ഇരുന്ന് ചായ കുടിക്കാൻ തന്നെ രസമാണ്. ഇത് ഇന്നലെ നമ്മൾ കഴിച്ചൊരു സ്നാക്സ് ആട്ടോ. കടലയും ഉണക്കമുന്തിരിയും കൂടെ ട്രൈ ചെയ്യേണ്ടത് തന്നെ ഒരു കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം 9 മണിയായിട്ടോ. നമുക്കിന്ന് ഇച്ചിരി ലോങ് ഡേ ആണ്. നമ്മളിന്ന് ഡർബൻ പോർട്ടിലും ഉഷാക്ക മറൈൻ വേൾഡിലും കൂടെ പോകണം കേട്ടോ. അത് അത്യാവശ്യം ടൈം എടുക്കുന്ന പരിപാടിയാണ്. ഞാനും വൈഷ്ണവനോട് 10 നില സ്റ്റെപ്പ് ഇറങ്ങി വന്നു കേട്ടോ. ബാക്കിയുള്ളവരൊക്കെ ലിഫ്റ്റിലാണ് വന്നത്. കുറച്ച് എക്സസൈസ് ആയിക്കോട്ടെ എന്ന് ഓർത്തു. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് ഡർബൻ പോർട്ടിലേക്ക് കേട്ടോ. ഇന്നലെ കുറേ ഷിപ്പുകളൊക്കെ കണ്ടല്ലോ. ആ ഷിപ്പുകളൊക്കെ പോർട്ടിലേക്ക് വന്ന് കയറുന്ന ഒരു സ്പോട്ടുണ്ട്. അവിടെയാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. ഇനി നിങ്ങൾ വീഡിയോയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല സ്ഥലത്തും മഹാത്മാഗാന്ധി റോഡ് എന്ന് എഴുതിയേക്കുന്നത് കാണാൻ പറ്റും. അതെ, അപ്പോൾ നമ്മുടെ ഗാന്ധിജി ആദ്യമായിട്ട് ആഫ്രിക്കയിൽ കാല് കുത്തിയ സ്ഥലം ഡർബനാട്ടോ, സൗത്ത് ആഫ്രിക്കയിലെ. 1893 തൊട്ട് 1914 വരെ 21 വർഷം ഗാന്ധി ഡർബനിലുണ്ടായിരുന്നു കേട്ടോ. ഒരു ലോയറായിട്ട് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഗാന്ധിയെ ട്രെയിനിൽ നിന്ന് ഇറക്കി വിട്ട ഇൻസിഡൻ്റൊക്കെ നമ്മൾ പണ്ട് പുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ. അത് ഡർബനിൽ നിന്ന് പ്രിട്ടോറിയയിലേക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടായ ഇൻസിഡൻ്റ് ആട്ടോ. ഡർബനിൽ നിന്ന് 80 കിലോമീറ്റർ മാറിയ പീറ്റർ മാരിറ്റ്സ്ബർഗ് എന്ന് പറഞ്ഞ സ്റ്റേഷനിലാട്ടോ ഇൻസിഡൻറ്റ് ഉണ്ടായത്. അപ്പോൾ ഡർബനിൽ വെച്ചിട്ടുണ്ടായ റേഷ്യൽ ഡിസ്ക്രിമിനേഷനും കാര്യങ്ങളൊക്കെ ആട്ടോ ഗാന്ധിയെ ഫ്രീഡത്തിനും ഇക്വാലിറ്റിക്കും വേണ്ടി ഫൈറ്റ് ചെയ്യണമെന്നുള്ള ഇൻസ്പിറേഷൻ ഉണ്ടായത്. അപ്പോൾ ഗാന്ധിയുടെ സത്യാഗ്രഹ എന്ന് പറഞ്ഞ ഫിലോസഫി, വയലൻസ് ഇല്ലാതെ പ്രൊട്ടസ്റ്റ് ചെയ്യുക, ആ ഫിലോസഫിക്ക് ജന്മം കൊണ്ട നാടാട്ടോ ഡർബൻ. വലിയൊരു ശതമാനം ഇന്ത്യൻ കമ്മ്യൂണിറ്റി ആൾക്കാർ വർക്കേഴ്സായിട്ട് ഡർബനിൽ കുടിയേറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ കാലഘട്ടത്തിൽ. ഇന്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ ഫേസ് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷനും വയലൻസും ഒക്കെ ഗാന്ധി മനസ്സിലാക്കി അവരുടെ കൂടെ തന്നെ നിന്ന് അവർക്ക് വേണ്ട ഇൻസ്പിറേഷനും ഗൈഡൻസും ഒക്കെ കൊടുത്ത് അവർക്ക് ഫ്രീഡം ഇക്വാലിറ്റി മേടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അതിൻ്റെ മെമ്മറി ആയിട്ടാണ് ഇവിടെയുള്ള റോഡ്സിനൊക്കെ മഹാത്മാഗാന്ധി റോഡ് നിട്ടേക്കുന്നത് കേട്ടോ. പിന്നെ കൂടുതൽ പറഞ്ഞ് ഞാൻ ഹിസ്റ്ററി ക്ലാസ് ആക്കുന്നില്ല. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഈ കാണുന്നത് നെൽസൺ മണ്ടേല ക്രൂയിസ് ടെർമിനലാട്ടോ. ക്രൂയിസ് ഷിപ്പിൻ്റെയൊക്കെ ടെർമിനൽസ് ആണ്. അങ്ങനെ നമ്മൾ പോർട്ടിൽ വന്ന് വണ്ടി പാർക്ക് ചെയ്ത് കേട്ടോ. അപ്പോൾ കണ്ട ഒരു ബസ്സാണ്, ഓപ്പൺ ബസ് കേട്ടോ. മേളിൽ ഇങ്ങനെയുള്ളൊരു ബസ് എടുക്കുവാണെങ്കിൽ നമുക്ക് ഡർബൻ സിറ്റി മുഴുവൻ ഓപ്പൺ ബസ് റൈഡ് കിട്ടും കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് നമ്മളിത് വേണ്ടാന്ന് വെച്ചു. ഇതൊരു ഫുഡ് കോർട്ട് പോലത്തെ ഒരു സ്ഥലം കേട്ടോ. നമ്മൾ ജസ്റ്റ് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് വേണം ഇനിയും മറൈൻ വേൾഡിലേക്ക് പോകാൻ വേണ്ടി. അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് പോർട്ടിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു ചെറിയ കനാലാട്ടോ. ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ ആക്കിയെടുത്തേക്കുന്നതാണ്. ഇതിൻ്റെ സൈഡിലൊരു കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ മേടിച്ച് ഇവിടെ വന്നിരുന്ന് ഷിപ്പ് വരുന്നതും പോകുന്നതും ഒക്കെ കാണാം കേട്ടോ. ഇവിടെ എന്തോ പണിയൊക്കെ നടക്കുക, അല്ലെങ്കിൽ നല്ല വ്യൂ ആയിരുന്നാണ് വിശാലം പറഞ്ഞത്. അത് കിടക്കുന്ന ഷിപ്പാട്ടോ. അതൊരു ഷിപ്പ് വന്ന അത് എന്തോ കണ്ടെയ്നർ ഷിപ്പാണ്. അപ്പോൾ അങ്ങനെയുള്ള ഷിപ്പുകൾ ഈ പാസേജിൽ കൂടെ പോയിട്ട് വലിയ ഷിപ്പുകൾ പോയി അവിടെ കൊണ്ട് ആ ഡോക്കിൽ കൊണ്ട് പാർക്ക് ചെയ്യുന്നത് കാണാൻ പറ്റും കേട്ടോ. നമ്മളവിടെ നിന്ന് ഒരു ക്യാപ്പച്ചീനോ ഒക്കെ ഓർഡർ ചെയ്ത് കേട്ടോ. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഡർബൻ ബ്രൂവിങ് കമ്പനി എന്ന് പറഞ്ഞൊരു ചെറിയൊരു ബ്രൂവറി കണ്ടു. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ 2 ബിയർ ഓർഡർ ചെയ്ത് കേട്ടോ. ഇതവിടെ ബാറിലിരിക്കുന്ന ഒരു KWA3 എന്ന് പറഞ്ഞൊരു കുപ്പി കണ്ടു കേട്ടോ. ഒരു 5 ലിറ്ററേലും കാണും ഇത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ബിയറില്ലേ, അത് ഇവിടെ തന്നെ ബ്രൂ ചെയ്യുന്ന കേട്ടോ. ഈ സ്റ്റീലിൻ്റെ കണ്ടെയ്നേഴ്സ് കണ്ടോ, ഇതിനകത്താട്ടോ അത് പ്രോസസ്സ് ചെയ്യുന്നത്. അത് പ്രോസസ്സ് ചെയ്ത് ഈ ടാപ്പിൽ കൂടെ വരും കേട്ടോ. ഇത് കുറച്ചും കൂടെ അങ്ങോട്ട് ഇറങ്ങായിരുന്നു. ഇപ്പം ഈ പണി നടക്കുന്നതുകൊണ്ട് നമ്മളത് ക്ലോസ് ചെയ്തു. അല്ലെങ്കിൽ അവിടെ വരെ പോയത് നല്ല അടുത്ത്. നമ്മൾ ബോട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ അല്ല കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ബിയറിന്. അപ്പോൾ നമ്മൾ ബിയറൊക്കെ കഴിച്ച് ഏതെങ്കിലും ഒരു ഷിപ്പ് വരുമോ എന്നൊക്കെ നോക്കി വീഡിയോ എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുക കേട്ടോ. ക്രൂയിസ് ഷിപ്പൊന്നും വന്നില്ല, എന്നാലും ഒരു കണ്ടെയ്നർ ഷിപ്പ് വരുന്നുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോ. ഇതെന്തോ ഗൂഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നൊരു ഷിപ്പാട്ടോ. ഇതിൻ്റെ പേര് എവർ റേഡിയൻസ് എന്നാണ്. അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഷിപ്പ് ട്രാവൽ ചെയ്യുന്നത് ഭയങ്കര സ്ലോ ആട്ടോ. നമ്മളൊരു 10-15 മിനിറ്റ് നോക്കിയിരുന്നിട്ടാണ് ആ ഷിപ്പ് നമ്മുടെ അടുത്തെത്തിയത്. അപ്പോൾ ഇപ്പോൾ സമയം 10 മണിയായിട്ടോ. ഉഷാക്ക മറൈൻ വേൾഡിൽ തുറക്കണമെങ്കിൽ ഒരു 10 മണിയൊക്കെ ആവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളൊന്ന് കറങ്ങാൻ വേണ്ടി പോയത് കേട്ടോ. ഇൻഫർമേഷൻ സെൻറ്റർ പറഞ്ഞനുസരിച്ച് അകത്താട്ടോ ടിക്കറ്റ് എടുക്കുന്നത്. ഉഷാക്ക മറൈൻ വേൾഡ് എന്ന് പറഞ്ഞാൽ ഒരു മറൈൻ തീം പാർക്ക് കേട്ടോ. 16 ഹെക്ടർ എന്തോ ഉണ്ട് കേട്ടോ അതിന് സൈസ്. ഇതിനകത്തൊരു മിക്സ് ഓഫ് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ. ഫുഡുണ്ട്, അതുപോലെ തന്നെ ഷോപ്പിങ്ങിന് വേണ്ടി കുറേ കടകളുണ്ട്, പിള്ളേർക്കൊക്കെ വേണ്ടിയുള്ള തീം പാർക്കുണ്ട്, ഒരു വലിയ മറൈൻ അക്വേറിയം ഉണ്ട്, അതുപോലെ തന്നെ ഡോൾഫിനുകളെയും പെൻഗ്വിനുകളെയും സീലുകളെയൊക്കെ വെച്ചിട്ടുള്ള കുറേ ഷോസ് കൂടെ ഉണ്ട് കേട്ടോ. അത് മാത്രമല്ല വലിയൊരു ബീച്ച് ആക്സസും കൂടെ ഉണ്ട് കേട്ടോ നമുക്ക്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഷിപ്പ് പോലത്തെ ഒരു സ്ട്രക്ചർ കണ്ടോ, ഇതാട്ടോ മറൈൻ അക്വേറിയം. ടിക്കറ്റ് എടുത്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ ഒരു ബാൻഡ് തരും കേട്ടോ. നമ്മളിവിടുന്ന് എക്സിറ്റ് ചെയ്യുന്ന വരെ ഈ ബാൻഡ് നമ്മൾ സൂക്ഷിക്കണം.
ഇതാണ് വെറ്റ് ആൻഡ് വൈൽഡ്. അത് മറ്റേ തീം പാർക്ക് പോലത്തെ, അവിടെ നമ്മൾ പോകുന്നില്ല കേട്ടോ. നമ്മളതിൻ്റെ അക്വേറിയവും മറ്റേ ഡോൾഫിൻ ഷോ ഉണ്ട്, അത് രണ്ടുമേ നമ്മളിന്ന് കാണുന്നുള്ളൂ. ഇതിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ക്ലോത്ത്സ് ഒക്കെ വേറെ ക്യാരി ചെയ്യണം. എൻട്രൻസിൽ കയറി കഴിയുമ്പോൾ തന്നെ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഷിപ്പ് പോലത്തെ സ്ട്രക്ചർ കണ്ടോ, ഇതിനകത്താട്ടോ മറൈൻ അക്വേറിയം ഉള്ളത്. ഇപ്പോൾ 10:30 ഒരു ഷോ, ഒരു സീലിൻ്റെ ഒരു ഷോ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ നേരെ ആ ഷോ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഈ അക്വേറിയമൊക്കെ കയറി കാണാം. അപ്പം നമ്മുടെ ഷോ നടക്കുന്ന സെൻറ്ററിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഒരു ബോർഡ് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇതവിടെ പെർഫോം ചെയ്യുന്ന സീലുകളുടെ പേരാട്ടോ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വലിയൊരു ഹാള് തന്നെ കേട്ടോ. ഒരു 100-150 പേർക്ക് ഇരിക്കാവുന്നൊരു ഏരിയ ഉണ്ട്. ഈ പൂളിനകത്താട്ടോ ഷോ നടക്കുന്നത്. ഈ വെറ്റ് സോൺ എന്ന് എഴുതിയേക്കുന്നിടത്തൊക്കെ വെള്ളം തെറിക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മുടെ അടുത്ത് സ്പെയർ ഡ്രസ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇച്ചിരി കയറി ഏകദേശം ഒരു നടുക്കാട്ടോ പോയിരുന്നത്. ഷോ കാണാൻ വേണ്ടി ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. കൂടുതലും പിള്ളേരാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ നിൽക്കുന്ന പുള്ളിക്കേരി കേട്ടോ ഷോ ഹോസ്റ്റ് ചെയ്യുന്നത്. ഈ പിള്ളേരൊക്കെ കൈ പൊക്കി നിൽക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അവിടെ കുറച്ച് വോളണ്ടിയേഴ്സിനെ അന്വേഷിച്ചായിരുന്നു. എന്ന് വെച്ചാൽ സീലായിട്ടുള്ള കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുവേണ്ടി വോളണ്ടിയേഴ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഈ വരുന്ന സീലിൻ്റെ പേരാട്ടോ മോബി. നമ്മൾ ആ ലിസ്റ്റ് കണ്ടിരുന്നല്ലോ. ഈ ഉഷാക്ക മറൈൻ വേൾഡിലുള്ള ആനിമൽസിനെ എല്ലാം റെസ്ക്യൂ ചെയ്തതോ റീഹാബിലിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ക്യാപ്റ്റിവിറ്റിയിൽ ബ്രീഡ് ചെയ്തതോ അല്ലെങ്കിൽ വേറെ അക്വേറിയത്തിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്തോ ആനിമൽസൊക്കെ കേട്ടോ. നല്ല കെയറാണ് അവർ കൊടുക്കുന്നത്. മോബി ആളൊരു സൂപ്പർ ഡാൻസറാട്ടോ. നല്ല ആൻസറിനെയാണ്. ഇടയ്ക്കിടയ്ക്ക് ഈ സീലിന് കൊടുക്കുന്നത് മീനുകളാട്ടോ. അത് ഓരോ ട്രിക്കും കറക്റ്റായിട്ട് ചെയ്യുമ്പോൾ അതിന് റിവാർഡായിട്ട് കൊടുക്കുന്നതാണ് ആ ട്രീറ്റ്. സീൽസ് സെമി അക്വാറ്റിക് ആനിമൽസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ഇവർ നല്ലൊരു സ്വിമ്മേഴ്സും കൂടി ആട്ടോ. ഇത് കണ്ടോ, വെള്ളത്തിൽ കുറേ ട്രിക്സൊക്കെ കാണിക്കുന്നത് കണ്ടോ. പിന്നെ നേരത്തെ ഒരു വോളണ്ടിയറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ അതെ, ഈ നിൽക്കുന്ന ആളെ ആട്ടോ വോളണ്ടിയറായിട്ട് എടുത്തത്. എന്തിനാണെന്ന് നമുക്ക് വീഡിയോ കൂടെ കാണാം. സീരിയലായിട്ടുള്ള കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻസ് വേണ്ടിയാട്ടോ ഇയാളെ ചൂസ് ചെയ്തത്. ഇൻസ്ട്രക്ടർ കുറച്ച് കമാൻഡ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കും. അതുപോലെ റെപ്ലിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ സീല് അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. ഈ ഷോ കാണാൻ വേണ്ടി കൂടുതലും പിള്ളേരാട്ടോ വന്നിരിക്കുന്നത്. അവർക്കൊരു ഇൻസ്പിറേഷന് വേണ്ടിയാട്ടോ ഈ കാണിക്കുന്നത്. ആ ട്രെയിനർ ഒരു empty പ്ലാസ്റ്റിക് ബോട്ടിൽ സീലിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുത്തട്ടോ. ആ സീൽ എന്നിട്ട് അത് കൊണ്ടുപോയി ഡസ്റ്റ്ബിന്നിൽ കൊണ്ടിട്ടു. അതുപോലെ തന്നെ ഓഷ്യൻ ലിറ്ററിങ് എങ്ങനെയാണ് മറൈൻ ലൈഫിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുന്ന കേട്ടോ ഇത്. അങ്ങനെ നമ്മുടെ സീലിൻ്റെ ഷോ തീർന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു. ഈ കാണുന്ന വെള്ളം പോകുന്ന പാസേജ് കണ്ടോ, ഇതൊക്കെ ആ തീം പാർക്കിൻ്റെ ഭാഗമാട്ടോ. ഇനി നമ്മൾ കയറി പോകാൻ പോകുന്നത് മറൈൻ അക്വേറിയത്തിലേക്കാട്ടോ. നമ്മൾ കയറി വരുന്ന വഴിക്ക് ഒരു വലിയ പഴയ ഷിപ്പ് കണ്ടായിരുന്നല്ലോ. ആ ഷിപ്പിൻ്റെ ഉള്ളിലാട്ടോ ഈ മറൈൻ അക്വേറിയം ഇരിക്കുന്നത്. ഇതൊരു ബ്ലൂ വെയിലിൻ്റെ സ്കെലറ്റനാണ് ഈ കാണുന്നത് നിങ്ങൾ. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്യുന്നത് ഷിപ്പിൻ്റെ ഏറ്റവും ടോപ്പ് ഡെക്കിലേക്കാട്ടോ സ്റ്റെപ്പ് കയറി. ഇനി ഏറ്റവും താഴെയാണ് മറൈൻ അക്വേറിയം ഇരിക്കുന്നത്. ഈ മറൈൻ അക്വേറിയത്തിൻ്റെ തീം എന്താണെന്ന് വെച്ചാൽ ഈ ഷിപ്പ് കടലിനടിയിൽ സിങ്ക് ചെയ്ത് പോയി. അപ്പോൾ ആ സിങ്ക് ചെയ്ത് പോയ ഷിപ്പിൻ്റെ അകത്തൂടെ മീനുകളെല്ലാം കയറി ഇറങ്ങി നടക്കുന്ന ഒരു രീതിയിലാട്ടോ ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മളവിടെ നിന്ന സമയത്ത് അവരെ ഒന്ന് ഫീഡ് ചെയ്തായിരുന്നു കേട്ടോ. അന്നേരത്തേക്ക് മീനുകളെല്ലാം കൂടെ പാഞ്ഞു പോകുന്നതായി കാണുന്നത്. നമ്മളവിടെ പോയി ആ ബെഞ്ചിലിരിക്കുവാണെങ്കിൽ അവരെ മീനുകളെക്കുറിച്ചും അവരുടെ അക്വാട്ടിക് ലൈഫിനെക്കുറിച്ചും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ. നമ്മളെല്ലാവരും ലൈഫിൽ എപ്പോഴെങ്കിലുമൊക്കെ അക്വേറിയമൊക്കെ വീട്ടിൽ വെച്ചിട്ടുണ്ടാവില്ലേ. വെച്ച് 1-2 ആഴ്ചയൊക്കെ നല്ല ക്ലിയർ വാട്ടർ ആയിരിക്കും. 1 മാസമോ 2 മാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് വെള്ളത്തിൻ്റെ ക്വാളിറ്റിയൊക്കെ പോകും. അത് കഴിയുമ്പോഴത്തേക്ക് മീനുകൾ പതുക്കെ ചാവാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ നമ്മളതെല്ലാം കഴുകി അക്വേറിയമൊക്കെ കഴുകി തട്ടുമ്പുറത്ത് വെക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ എത്ര അടിപൊളിയായിട്ടാണ് ഇത് കെയർ ചെയ്യുന്നതെന്ന്. ഒരു മറൈൻ ഫിഷിന് വേണ്ട എല്ലാ റിക്വയർമെൻറ്റും എല്ലാ നാച്ചുറൽ എൻവയോൺമെൻറ്റും ഇവർ റിക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിനകത്ത് കോറൽസ് ആണെങ്കിലും റീപ്സ് ആണെങ്കിലും പ്ലാന്റ്സ് ആണെങ്കിലും എല്ലാം അതുപോലെ തന്നെ അവർ റിക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ മീനുകൾ ഹെൽത്തി ആയിട്ടിരിക്കുകയും വാട്ടർ നല്ല ക്ലിയർ ആയിട്ടിരിക്കുകയും ചെയ്യുന്നത്. സ്കൂളിൽ നിന്നൊക്കെ കുറേ പിള്ളേർ ഇതൊക്കെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഞാൻ ആ ഷിപ്പിൻ്റെ കാര്യം പറഞ്ഞത്. ഒരു ഷിപ്പ് സിങ്കായിട്ട് കടലിനടിയിൽ അടിത്തട്ടിൽ പെട്ട് കിടക്കുന്ന ഒരു ഷിപ്പിനകത്തൂടെ മീനുകളൊക്കെ പോകുന്ന കേട്ടോ ഈ അക്വേറിയത്തിൻ്റെ ഒരു തീം. ആ ഷിപ്പൊക്കെ എന്തൊരു അടിപൊളിയായിട്ടാണ് റിക്രിയേറ്റ് ചെയ്യുന്നത് നോക്കി. ഇതിൻ്റെ പല ഭാഗങ്ങളും ഷിപ്പിൻ്റെ ഒറിജിനൽ സ്ട്രക്ചർ തന്നെയാണ് കേട്ടോ. ഡോൾഫിൻ ഷോ ഉണ്ട്, അത് കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് വന്നിട്ട് ഇതൊന്നുകൂടെ കയറാം. ചെറുതായിട്ട് വിശക്കുന്നുണ്ടല്ലേ? നിനക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടോ? അന്നേരം ചെറുതായിട്ട് അടിക്കാം, അന്നേരം കടിക്കാം.
അപ്പോൾ നമ്മൾ അവിടുത്തെ ഒരു കഫേയിൽ നിന്ന് ചെറുതായിട്ടൊന്ന് സ്നാക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ചിപ്സും സോസും ഒക്കെ എടുത്തു കേട്ടോ. ഇനി നമ്മൾ സീലിൻ്റെ ഷോ കണ്ടില്ലേ, അതുപോലെ തന്നെ ഒരു ഡോൾഫിൻ്റെ ഷോ ഉണ്ട് കേട്ടോ. അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. ഇവിടെയാണ് ഷോ നടക്കുന്ന സ്ഥലം. നമ്മൾ നേരത്തെ ഒരു സീലിൻ്റെ ഷോ കണ്ടല്ലോ, അതുപോലെ തന്നെ കേട്ടോ ഡോൾഫിൻ്റെ ഷോ. ഇതുപോലെ ഒരു ഓഡിറ്റോറിയം പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട്, അതിന് നടുക്കൊരു പൂളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ആങ്കർ. ഡോൾഫിൻസ് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ, അവർ ഭയങ്കര ഇൻ്റലിജൻ്റ് ആണ്, ഭയങ്കര സ്മാർട്ടുമാണ്. ഒരു 4-5 വയസ്സുള്ള ഒരു കൊച്ചിൻ്റെ അത്ര ഇൻ്റലിജൻസ് ഉണ്ടെന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. അവിടെ നിൽക്കുന്ന ഇൻസ്ട്രക്ടർമാരുടെ കൈയും അവരുടെ വിസിലിങ്ങും ശബ്ദമൊക്കെ വെച്ചിട്ടാണ് ഓരോ ട്രിക്സ് ഇവർ പെർഫോം ചെയ്യുന്നത്. അവിടെയുള്ള ട്രെയിനേഴ്സ് അവരുടെ ജോലി വളരെ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അത് അവരുടെ പ്രസൻറ്റേഷനിലും ആ ഷോയിലും പിന്നെ ആനിമൽസിലും കാണാനുണ്ട് കേട്ടോ. ഇത് നമ്മൾ നേരത്തെ സീലിൻ്റെ അവിടെ കണ്ട പോലത്തെ ഒരു പരിപാടി കേട്ടോ. ഓഷ്യൻ ലിറ്ററിങ്ങിനെ കുറിച്ചൊരു അവയർനെസ് പ്രോഗ്രാം കേട്ടോ. ഈ ഡോൾഫിന് കുറേ മെറ്റീരിയൽസ് കൊടുക്കുന്നുണ്ട്. അത് കറക്റ്റായിട്ട് പ്ലാസ്റ്റിക്കും ഗ്ലാസും പേപ്പറും തിരിച്ചറിഞ്ഞ് കറക്റ്റ് ആ ബാസ്ക്കറ്റിൽ തന്നെ ഇട്ട് കേട്ടോ. നേരത്തെ പോലെ തന്നെ കുറച്ച് വോളണ്ടിയേഴ്സിനെ അവിടുത്തെ ആങ്കർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഡോൾഫിനെ അടുത്ത് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ കൈവക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ 3 പിള്ളേർ കൈവക്കി കേട്ടോ. അപ്പോൾ ആങ്കർ കുറച്ചൊരു ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ഒരു ഡാൻസിങ് കോമ്പറ്റീഷൻ അങ്ങ് ഓർഗനൈസ് ചെയ്തിട്ടോ. ഒരു പാട്ടൊക്കെ ഇട്ട് കൊടുത്ത് എല്ലാവരോടും ഡാൻസ് കളിക്കാൻ പറഞ്ഞു. ഏറ്റവും നല്ല ഡാൻസ് കളിക്കുന്ന 3 പേരെ സെലക്ട് ചെയ്യും. അവർക്കായിരിക്കും ഡോൾഫിനായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാനുള്ള ചാൻസ് കിട്ടുന്നതെന്ന് പറഞ്ഞു കേട്ടോ. ഈ ഡോൾഫിൻ ഷോ നിങ്ങളെപ്പോലെ തന്നെ ഞാനും മൊബൈലിൽ കൂടി ആട്ടോ കണ്ടത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് ഒന്നും മിസ്സാവാതെ മൊബൈലിൽ ക്യാപ്ചർ ചെയ്യണമെന്നുള്ളതുകൊണ്ട് ഞാൻ ഈ ഷോ എൻജോയ് ചെയ്യുന്ന കാര്യം മറന്നുപോയി കേട്ടോ. ഇവിടുത്തെ ആംബിയൻസ് ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. നല്ല ക്രൗഡിൻ്റെ ഒച്ചയും നല്ല പാട്ടും ഒക്കെ ഇട്ട് നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. അവിടെ ഇട്ടേക്കുന്ന പാട്ടിൻ്റെ ഒരു 90% കൊമേഴ്ഷ്യൽ സോങ്സ് ആയതുകൊണ്ട് നമുക്ക് യൂട്യൂബിൽ നിന്ന് ക്ലെയിം വരുന്നുണ്ട് കേട്ടോ, നമ്മൾ ആ ഒറിജിനൽ ഓഡിയോ യൂസ് ചെയ്യാതെ. അങ്ങനെ ഷോ ഒക്കെ കണ്ട് നമ്മൾ നല്ലപോലെ എൻജോയ് ചെയ്ത് പിന്നെ നമ്മൾ മറൈൻ അക്വേറിയത്തിലേക്ക് പോകാം. നമ്മുടെ ഡോൾഫിൻ ഷോ മിസ്സാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്ക് വെച്ച് ഇറങ്ങിയായിരുന്നു കേട്ടോ മറൈൻ അക്വേറിയത്തിൽ നിന്ന്. ഈ ഷാർക്ക് വരുന്നതൊന്നും നോക്കിക്കേ, അവൻ അത്രയും ദൂരെ നിന്ന് തന്നെ നമ്മളെ സ്പോട്ട് ചെയ്യുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തിട്ട് വരുന്നു നോക്ക്. ഇത് ചെറിയ അക്വേറിയാണ്. ഞാൻ ഈ അക്വേറിയൊക്കെ നേരിട്ട് കണ്ട ഭംഗി എത്ര നോക്കിയിട്ടും ഈ മൊബൈലിൽ കൂടെ പകർത്താൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഈ അക്വേറിയത്തിനടുത്ത് നിൽക്കുന്നത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ മീനുകളുടെ വലിപ്പം, ആ അക്വേറിയങ്ങളുടെ വലിപ്പം എത്രയാണെന്നുള്ളത്. ചെതറിച്ച് നിൽക്കുന്നുണ്ടോ? ഈ ടാങ്കിൽ ഫീഡിങ് ടൈം ആയെന്ന് തോന്നുന്നു. അതുകൊണ്ട് മീനുകളെല്ലാം നല്ല അഗ്രസീവായിട്ട് സ്വിം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഷിപ്പിൻ്റെ ഉള്ളൊന്നും കാണിക്കാൻ വലിയ ലൈറ്റ് ഇല്ലല്ലേ, ചില ഏരിയാസിലെ ലൈറ്റുള്ളൂ. മീനുകളുടെ എക്കോസിസ്റ്റം മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ചില മീനുകൾക്ക് കടലിനടിയിലേക്ക് പോകുമ്പോഴത്തേക്ക് മീനുകളുടെ ലൈറ്റ് റിക്വയർമെൻറ്റ് വളരെ കുറവാട്ടോ. കടലിൻ്റെ അടിയിൽ വെട്ടം കുറവാണല്ലോ. അപ്പോൾ അത് മിമിക് ചെയ്യാൻ വേണ്ടിയിട്ടോ ഈ ലൈറ്റ് ഇങ്ങനെയാക്കിയേക്കുന്നത്. ഇത് അക്വേറിയത്തിനകത്തിരിക്കുന്ന ഒരു ഗൈഡാട്ടോ. പുള്ളി കാണിച്ചു തരുന്ന ഷാർക്കിൻ്റെ സ്കിന്ന് മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ വെച്ചിട്ടാട്ടോ. ഷാർക്കിൻ്റെ സ്കിന്ന് പണ്ട് സാൻഡ് പേപ്പർ പോലെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെന്നാട്ടോ പുള്ളി പറഞ്ഞു തന്നത്. ഷാർക്കിൻ്റെ സ്കിന്ന് ഒരു സൈഡിലേക്ക് സ്മൂത്തും മറ്റേ സൈഡിലേക്ക് ഭയങ്കര റഫും ആട്ടോ. നമുക്കത് ടച്ച് ചെയ്യാനും ഫീൽ ചെയ്യാനൊക്കെ സമ്മതിക്കും. ഇത് ഡർബനിലെ സാൻഡാട്ടോ, ബീച്ചിലുള്ള സാൻഡാണ്. അത് മൈക്രോസ്കോപ്പിൻ്റെ അണ്ടറിൽ വെച്ച് കാണിക്കുന്ന കേട്ടോ. ശരിക്കും ഏതൊക്കെയോ ഡയമണ്ട്സും ക്രിസ്റ്റൽസും ഒക്കെ കിടക്കുന്ന പോലെ ഇല്ലേ. ഗോൾഡ് ഫിഷിൻ്റെ എന്തെങ്കിലും അല്ലേ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഫൈൻഡിങ് നീമോ പോകുന്നത് അവനെ കിട്ടാൻ ഇച്ചിരി പാടാണ്. അവനിത്തിരി ഷൈ. ഇതവിടെ സ്റ്റിംഗ് റേ ഒക്കെ കിടക്കുന്ന ഒരു ചെറിയ അക്വേറിയം കേട്ടോ. അതിനകത്ത് ഒരു ചെറിയ ഹോള് പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹോള് മീൻസ് നമുക്കകത്ത് കയറി നിന്ന് കാണാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. അങ്ങനെ മറൈൻ അക്വേറിയം ഒക്കെ കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മളിങ്ങോട്ട് കയറുന്ന സമയത്ത് തന്നെ എൻ്റെ മുന്നിലേക്ക് ക്യാമറയായിട്ട് ചാടി വീണ ഒരു ചേച്ചി കേട്ടോ. 2-3 ഫോട്ടോസൊക്കെ എടുത്ത്. ഫോട്ടോസ് നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അതിനൊരു ടിസ്റ്റും ഉണ്ട്. നമ്മൾ ആ ഡോൾഫിൻ ഷോ കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് അവിടെ അനൗൺസ് ചെയ്തായിരുന്നു അവരൊരു 6 പെൻഗ്വിൻസ്, ആഫ്രിക്കൻ പെൻഗ്വിൻസിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. അവർ എൻഡേഞ്ചേർഡ് ആണെന്നാണ് പറയപ്പെടുന്നത്. അവരെ പോകുന്നതിന് മുന്നേ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അവരെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതാണ്. അവിടെ വലിയ തിരക്കൊന്നുമില്ല. ഡോൾഫിൻ ഷോവിൻ്റെ അവിടെയും സീലിൻ്റെ അവിടെ തിരക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഉഷാക്ക മറൈൻ വേൾഡ് അത്യാവശ്യം നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. പിള്ളേരെയൊക്കെ കൂടെ കൊണ്ടുവരികയാണെങ്കിൽ നൈസായിരിക്കും. നമുക്കാണെങ്കിൽ നല്ലപോലെ എൻജോയ് ചെയ്തിട്ടോ. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീലിൻ്റെ ഷോ ആണ്. ഡോൾഫിൻ്റെ ഷോ നല്ലതായിരുന്നു. അതുപോലെ തന്നെ അക്വേറിയംസ് എല്ലാം നല്ല അടിപൊളിയായിട്ടോ. നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല രസമാണ് അതിൻ്റെ കൂടെ കയറി ഇറങ്ങി നടക്കാൻ വേണ്ടി. നല്ല ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ക്ലാസ്സും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഡർബനിൽ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്പോട്ട് തന്നെ കേട്ടോ. പ്രാവ് ഇച്ചിരി ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നല്ലേ. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുന്നുണ്ട്. നമ്മൾ എന്തോരം ദൂരം നടക്കുന്നുണ്ടോ നമ്മൾ അറിയുന്നില്ല കേട്ടോ. ആകെ അറിയുന്നത് നല്ലപോലെ വിശന്ന് തുടങ്ങുമ്പോഴാണ്.
അപ്പോൾ ഇനി നമ്മുടെ ലക്ഷ്യം ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി വയറ് നിറച്ച് ഫുഡ് കഴിക്കുക എന്നുള്ളതാണ്. ഈ ഇരിക്കുന്നതൊക്കെ ഓസ്ട്രിച്ചിൻ്റെ എഗ്ഗുകൾ കേട്ടോ. അതിൽ പടം വരച്ചേക്കുന്നതാണ്. നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ പോകുന്ന ജോൺ ഡോറിസിലാട്ടോ. ആഫ്രിക്കയിൽ വന്നിട്ട് ഇനി സീ ഫുഡ് ട്രൈ ചെയ്തില്ല എന്ന് വേണ്ട. ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഒരു സൈഡ് ഫുൾ ബീച്ച് വ്യൂ ആട്ടോ. അപ്പോൾ ആ വ്യൂ കിട്ടാൻ വേണ്ടി നമ്മൾ ആ സൈഡിലുള്ള സ്പോട്ടിൽ തന്നെ ആട്ടോ ഇരുന്നത്. ഇതെൻ്റെ അനിയന് വേണ്ടി ഞാൻ അവിടെ നിന്ന് മേടിച്ചൊരു ക്യാപ്പാട്ടോ. അവനോട് പറഞ്ഞു വിട്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു ബിഗ് 5ൻ്റെ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റ് കൊണ്ട് മേടിച്ചു കേട്ടോ അവിടെ നിന്ന്. നമ്മളൊരു ഹെവി ലഞ്ചാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് അപ്പറ്റൈസറായിട്ട് കുറച്ച് റെഡ് വൈൻ നമ്മൾ ഓർഡർ ചെയ്തു കേട്ടോ. ഡ്രൈ റെഡ് വൈൻ. അപ്പോൾ വൈനൊക്കെ കുടിച്ച് വ്യൂ ഒക്കെ എൻജോയ് ചെയ്തിരുന്നപ്പോഴത്തേക്ക് നമ്മുടെ സീ ഫുഡ് പ്ലാറ്റർ വന്നു കേട്ടോ. പ്ലാറ്ററിൽ നമുക്ക് കിട്ടിയത് മസിൽസ്, സ്ക്വിഡ്, ഹേക്ക്, പ്രോൺസും പിന്നെ റൈസും ഒക്കെ കേട്ടോ. അച്ഛനും ചിറ്റിക്കും കൂടെ ഓർഡർ ചെയ്തൊരു വെജ് പ്ലാറ്റർ കേട്ടോ. എനിക്ക് ആ പ്ലാറ്ററിൽ കിട്ടിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പ്രോൺസ് ആട്ടോ. എന്നാ വലിപ്പമെന്നറിയോ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ നാട്ടിലൊക്കെ പ്രോൺസ് മേടിക്കുമ്പോൾ അത് കരിച്ചും പറച്ചും ഒക്കെ ആയിട്ടോ ഉണ്ടാക്കുന്നത്. ഇത് മീഡിയം ആയിട്ട് കുക്ക്ഡ് ആട്ടോ. അത്യാവശ്യം നല്ല സോഫ്റ്റുമാണ്, നല്ല ജ്യൂസിയാണ്. ഏറ്റവും നല്ല പ്രോൺസ് ഞാൻ എവിടെ നിന്നാണ് കഴിച്ചതെന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് ഞാൻ പറയും. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ഫ്ലാറ്റിലേക്ക് പോവാണ്. പോരുന്ന വഴിക്ക് അവിടെയുള്ള ബിൽഡിങ്ങുകളിലൊക്കെ കുറച്ച് ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടിരിക്കുന്നത് കണ്ടോ. അങ്ങനെ നമ്മളുടെ ഹെവി ഫുഡൊക്കെ കഴിച്ച് ലഞ്ച് കഴിച്ച് വീണ്ടും നമ്മുടെ സീ ലോഡ്ജിൽ തിരിച്ചെത്തി കേട്ടോ. ഈ മിന്നും കിറ്റയൊക്കെ കൂടെ ഉറങ്ങാൻ പോവാണ്. ഞാൻ വെച്ച് ഇതിൻ്റെ പുറകിൽ പൂളുണ്ട് കേട്ടോ. ആ പൂളിലൊന്ന് പോയി ചാടണം എന്നൊക്കെ ഓർത്തിരിക്കുക. അങ്ങനെ പൂളിലൊക്കെ ചാടി ഒരു ഉറക്കമൊക്കെ പാസ്സാക്കി നമ്മളിനി രാത്രി ഡിന്നറിനുള്ള ഫുഡ് മേടിക്കാൻ വേണ്ടി പുറത്തേക്ക് പോട്ടോ. നമ്മൾ മാപ്പിൽ നോക്കിയപ്പോൾ ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ചിറ്റയ്ക്കും അച്ഛനും വേണ്ടി ഫുഡ് ഓർഡർ ചെയ്യുന്നത്. എനിക്ക് സൗത്ത് ആഫ്രിക്കയിലെ മെഗ്ഡി ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ഞാൻ വൈശാനോട് പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുത്തെ ഒരു വെറൈറ്റി സാധനമുണ്ട്, അത് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാട്ടോ നമ്മൾ പോകുന്നത്. ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കളക്ട് ചെയ്ത് നമ്മൾ നേരെ വീട്ടിൽ പോയി ഫുഡൊക്കെ കഴിച്ച് നേരത്തെ തന്നെ കിടന്നു കേട്ടോ. കാരണം നമ്മൾ നാളെ രാവിലെ എണീറ്റ് ഡ്രാഗൺസ്ബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാട്ടോ, നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. അപ്പം ഡർബനിലെ 3 ദിവസം നമ്മൾ ശരിക്കും എൻജോയ് ചെയ്തു. ഇനിയിപ്പോൾ വളരെ കുറച്ച് ഡെസ്റ്റിനേഷൻസ് നമ്മുടെ ലിസ്റ്റിലുള്ളൂ കേട്ടോ. 2-3 ദിവസം കൂടെ കറക്കമുള്ളൂ. അത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് ജോണാസ്ബർഗിലേക്ക് തന്നെ പോകും കേട്ടോ. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് അതുൽസ് POV എന്നാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ. അപ്പോൾ ഇതാട്ടോ നമുക്ക് ആ മറൈൻ വേൾഡിൽ നിന്ന് കിട്ടിയത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു നമ്മളെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കൊണ്ട് നിർത്തും. ആ ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനത്തെ കുറേ പടങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല കേട്ടോ, ഈ ബാക്ക്ഗ്രൗണ്ടൊന്നും. ജസ്റ്റ് നമ്മൾ നിൽക്കുന്ന പടം മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. എടുത്തു കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു കവറിലൊക്കെ ഇട്ടിട്ട് മറൈൻ വേൾഡിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു ഡിസ്ക്രിപ്ഷനൊക്കെ എഴുതി ഒരു പാംപ്ലെറ്റ് പോലത്തെ ഒരു സാധനമുണ്ട്. അവിടെയുള്ള മീനുകൾ ഏതാണെന്നൊക്കെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു പാംപ്ലെറ്റ് കേട്ടോ. എന്നിട്ട് ഇതുപോലത്തെ 3-4 ഫോട്ടോസ് നമുക്ക് എടുത്തു തരും കേട്ടോ. ഇതിപ്പോൾ ഒരെണ്ണമേ ഉള്ളൂ. അപ്പോൾ ഈ ഫോട്ടോയ്ക്ക് നമുക്ക് അവർ ചാർജ് ചെയ്തത് 1500 രൂപയാട്ടോ. അതിനുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ളതൊന്നുമില്ല. ഇത് ജസ്റ്റ് പേപ്പറിൽ നമ്മുടെ വീട്ടിലൊക്കെ പ്രിൻ്റ് ചെയ്യുന്ന പോലെയുള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെയൊക്കെയാണല്ലോ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഫോട്ടോ എടുക്കുന്ന ക്യാമറയും പിടിച്ച് നിൽക്കുന്നത് കണ്ട് ഞാൻ ചാടി ചെന്ന് ഫോട്ടോ എടുക്കാൻ നിൽക്കാതെ അതിൻ്റെ റേറ്റൊക്കെ അന്വേഷിച്ചിട്ട് വേണം ഫോട്ടോ ഒക്കെ എടുക്കാൻ.